പഴങ്ങളുടെ റാണിയായ മാങ്കോസ്റ്റിൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. കാണാൻ സുന്ദരനും വളരെ മാധുര്യമേറിയതുമാണ്. തൂമഞ്ഞ് പോലെയുള്ള വെളുത്ത മൃദുലമായ അകത്തെ ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായത്. ധാരാളം വിറ്റാമിൻസ്, ധാതുക്കളെല്ലാം അടങ്ങിയതാണ് മാങ്കോസ്റ്റിൻ പഴം. തണൽ ഇഷ്ടപ്പെടുന്ന വൃക്ഷമാണ് മാങ്കോസ്റ്റിൻ. നേരിട്ട് വെയിൽ ലഭിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 50% വെയിൽ മതിയാവും. കാരണം തെങ്ങിൻ തോപ്പിലോ മറ്റ് മരങ്ങളുടെ ഷെയ്ഡിലാവും ഏറ്റവും നന്നായി വളരാൻ നല്ലത്. നേരിട്ട് ചെറിയ കുഞ്ഞി തൈയായിരിക്കുമ്പോൾ നേരിട്ട് വെയിലടിച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനും വളർച്ച മുരടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഡിൽ തന്നെയാണ് വളർത്താൻ നല്ലത്. വിത്ത് മുളപ്പിച്ച തൈയാണ് നടാൻ ഉത്തമം. ഇങ്ങനെ ഉണ്ടാവുന്ന തൈ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണം കാണിക്കും. ജനിതകമാറ്റം മാങ്കോസ്റ്റിൻ പഴത്തിൽ കാണാറില്ല. കേരളത്തിൽ നന്നായി വളരുന്ന മാങ്കോസ്റ്റിൻ ചെറിയ തൈയായിരിക്കുമ്പോൾ നന്നായി തന്നെ നന കൊടുക്കണം. ഇടയ്ക്ക് വളം ചെയ്യണം. വലിയ മരമായി കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ചാൽ മതിയാവും. വളരെ സാവധാനമാണ് ഇതിൻ്റെ വളർച്ച. വർഷത്തിൽ 1-2 തളിർപ്പുകൾ വരാനേ സാധ്യതയുള്ളൂ. ഫ്രൂട്ടുണ്ടാവാൻ 7 വർഷമെടുക്കും. തൈ നട്ട് 7-8 വർഷത്തിന് ശേഷം മാത്രമാണ് ഇതിൽ ഫ്രൂട്ടാവുന്നത്. നല്ല നീർവാർച്ചയും ജൈവാംശവുമായ മണ്ണിൽ നന്നായിട്ട് വളരും. പിന്നെ തണൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു തൈയാവുമ്പോൾ ഷെയ്ഡ് കൊടുത്തേ മതിയാവൂ.